CBSE 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലുമുള്ള ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോർഡ് എക്സാമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റത്തെ കാര്യമാണ് അറൈവൽ അറ്റ് എക്സാം സെൻറ്റർ. എക്സാം സെൻറ്ററിൽ എത്ര മണിക്ക് മുൻപായിട്ട് തന്നെ വരണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ദിവസം എക്സാം ഉണ്ടെങ്കിൽ ആ ദിവസം രാവിലെ 10 മണിക്ക് മുൻപായിട്ട് തന്നെ എക്സാം സെൻറ്ററിൽ തീർച്ചയായിട്ടും എത്തിയിരിക്കണം. പിന്നെ എക്സാം ഹാളിൽ എന്ത് ചെയ്യണം, 10 മണിക്ക് മുൻപ് തന്നെ കറക്റ്റായിട്ട് കയറിയിരിക്കണം. അതിനുശേഷം 10 മണി കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ആരെയും കയറ്റുന്നതല്ല. പിന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ എക്സാം ഹാളിൽ കയറ്റുന്നത്. അപ്പോൾ സമയത്തിൻ്റെ കാര്യം എല്ലാവരും കൃത്യമായിട്ട് തന്നെ 10 മണിക്ക് മുൻപായിട്ട് തന്നെ എക്സാം ഹാളുകളിൽ കയറേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം ഫില്ലിംഗ് ദ ആൻസർ ബുക്ക്ലെറ്റ്. അപ്പം ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ബുക്ക്ലെറ്റ് തരും. ആ ബുക്ക്ലെറ്റിൽ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുന്ന പരിപാടിയാണ് അടുത്ത 50 മിനിറ്റ്സിൽ. ഒരു 10 മണി മുതൽ 10-15 വരെ ഈ 50 മിനിറ്റ്സിനുള്ളിൽ തന്നെ നിങ്ങൾ പതുക്കെ സമയമെടുത്ത് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേര്, റോൾ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ എങ്ങനെയാണോ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങൾ എന്തായാലും ഒന്നുകൂടെ റീചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബുക്കിലെത്തി ഇങ്ങനെ ഫില്ല് ചെയ്ത് തുടങ്ങിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുന്ന എക്സാമിനറിൻ്റെ അടുത്ത് കൃത്യമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഫില്ല് ചെയ്യാവൂ. അല്ലാതെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു തെറ്റും ബുക്കിലെറ്റിൽ എഴുതി വയ്ക്കരുത്. ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന എക്സാമിനറിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫില്ല് ചെയ്യാവൂ. നിങ്ങൾ സമയമെടുത്ത് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. കൂടുതൽ എന്ത് ചെയ്യുക, തിരക്കുകളൊന്നും വേണ്ട. സമയമെടുത്ത് തന്നെ ഫില്ല് ചെയ്യുക. മിസ്റ്റേക്സ് ഒക്കെ പരമാവധി ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ ബുക്കിലെത്തി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. ഏകദേശം ഒരു 10:50 10:15 ആകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ ആൻസർ എടുത്ത് എഴുതുകയല്ല ചെയ്യേണ്ടത്. 15 മിനിറ്റ് നിങ്ങൾക്ക് തരും. 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് തരും. എന്തിനാണ് കൂൾ ഓഫ് ടൈം തരുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ നല്ലതുപോലെ വായിച്ചു നോക്കാനാണ്. സെക്ഷൻ എ മുതൽ തുടങ്ങി ലാസ്റ്റ് സെക്ഷൻ വരെ എല്ലാ സെക്ഷനിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓട്ടിച്ച് പോകുക. ക്വസ്റ്റ്യൻ പേപ്പർ നല്ല കൃത്യമായിട്ട് തന്നെ വേഗത്തിലൊന്ന് വായിച്ചു പോകുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അടുത്തത് 4ാമത്തെ സ്റ്റെപ്പാണ്. നമ്മളെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞു. അടുത്തത് എന്താണ്, എക്സാമിനേഷൻ എഴുതി തുടങ്ങണം. സ്റ്റാർട്ട് ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ ഏകദേശം ഒരു 10:30 ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, എക്സാമിനേഷൻ തുടങ്ങും. പിന്നെ എന്താണ്, നിങ്ങൾ ആ ഹാളിൽ നിൽക്കുന്ന എക്സാമിനർ പറയും, എഴുതി തുടങ്ങാൻ പറയുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, എക്സാമിനേഷൻ എഴുതി തുടങ്ങാവൂ. നിങ്ങളുടെ ബുക്കിലെറ്റിൽ ഒരു സീൽ ഉണ്ടാവും. എഴുതി തുടങ്ങാൻ പറയുമ്പോൾ ആ സീല് പൊട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എക്സാം. അടുത്തത് എക്സാം ഡ്യൂറേഷനാണ്. എക്സാമിൻ്റെ ടൈമാണ്. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും 3 hours ആണ് എക്സാം. അതായത് 10:30 മുതൽ 1:30 വരെയാണ് എക്സാം. 70 മാർക്സിനും 80 മാർക്സിനായാലും എന്താണ്, ഈ 3 hours ആണ്. ഇത് സെയിം സമയമാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 10ാം ക്ലാസ്സിലെ IT എക്സാം 2 hours ആണ്. 10:30 to 12:30 ആണ്. 60 മാർക്സ് ആണ് എക്സാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് CBSE പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ചായിരിക്കും എക്സാം നടത്തുന്നത്. കൃത്യസമയത്ത് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയും കൃത്യസമയത്ത് തന്നെ എക്സാം എൻഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. എക്സാം തീരുന്നതിന് 50 മിനിറ്റ്സ് മുന്നേ തന്നെ നിങ്ങൾ ആൻസേഴ്സൊക്കെ എഴുതി എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എക്സാം ഹാളിൽ സൈലൻസ് ഡിസിപ്ലിനും കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും എക്സാം ഹാളിൽ അലോ ചെയ്യത്തില്ല. വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ്, ഹാളിൽ നിൽക്കുന്ന എക്സാമിനർ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ഒരു കാരണവശാലും ഹാൾ ടിക്കറ്റ് ഇല്ലാതെ എക്സാമിന് പോകരുത്. പിന്നെ നിങ്ങൾ ഫുൾ യൂണിഫോം ആയിരിക്കണം. നിങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ടായിരിക്കത്തില്ല എക്സാം നടക്കുന്നത്, വേറെ സ്കൂളുകളിൽ വെച്ചായിരിക്കും. അതുകൊണ്ട് എന്താണ്, നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ റോൾ നമ്പർ പ്രകാരമുള്ള എക്സാം ഹാളുകളിൽ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, കറക്റ്റ് ടൈമിൽ തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓവർ ടെൻഷൻ അടിച്ച് എക്സാം കുളമാക്കരുത്. നിങ്ങൾ ഫുൾ കോൺഫിഡൻസോടെ തന്നെ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. എന്തുകൊണ്ടാണ് ഓവർ ടെൻഷൻ ആവരുതെന്ന് പറയുന്നതെന്ന് അറിയാമോ? കാരണം നിങ്ങൾ ഓവർ ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് പോലും നേരെ എഴുതാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ടെൻഷനൊന്നും അടിക്കാതെ കാമാറ്റി പോയി എക്സാം എഴുതാൻ പറയുന്നത്. കുറച്ച് ദിവസം കൂടെയാണ് ഇനി ബോർഡ് എക്സാംസിനുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ റിവൈസ് ചെയ്യുക. പിന്നെ എന്താണ്, ധാരാളം ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ ധാരാളം സമയമെടുക്കുന്നു. നിങ്ങൾക്ക് എന്നിട്ടും ആൻസർ കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ തന്നെ വച്ചുകൊണ്ടിരിക്കരുത്. ആ ക്വസ്റ്റ്യൻ അവിടെ വിട്ടിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. എന്നിട്ട് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോയി ആൻസേഴ്സ് ചെയ്യുക. അല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് നേരം സമയം കണ്ടെത്തിയിട്ട് അതിൽ ആൻസർ ചെയ്യുക. അല്ലെങ്കിൽ ധാരാളം സമയം പോവും, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടൂല. എങ്ങനെയാണ് ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഈ ചാനലിലുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കണം. പിന്നെ നിങ്ങൾ ബോർഡ് എക്സാമിൽ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്സിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. താങ്ക് യു.